ഇതും ഒരു ജീവനല്ലേ? ജനിച്ചു വീണ് ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ ചോരമണം മാറാത്ത എത്രയെത്ര നവജാത ശിശുക്കളാണ് സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും കൈകളാൽ കൊല്ലപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023, 2024 കാലയളവിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാമുകന് വേണ്ടിയോ ജോലിക്ക് പോകാൻ കുട്ടിയൊരു തടസ്സമാകുന്നതിന്റെ പേരിലോ അവിഹിതത്തിന്റെ പേരിലോ സ്വന്തം അമ്മ തന്റെ കുഞ്ഞിനെ കൊന്നുകളയുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. അതെ, ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. ഇന്നലെ പനമ്പിള്ളി നഗറിലെ ജനങ്ങൾ ഉണർന്നത് വളരെ വേദനാജനകമായ ഒരു വാർത്ത കേട്ടാണ്. നടുറോഡിലേക്ക് തന്റെ പിഞ്ചു കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന വാർത്തയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. നമ്മളെല്ലാം ഒരു തേങ്ങലോടെയാണ് ഈ വാർത്ത കണ്ടത്. ഇന്നലെ കൊച്ചി പനമ്പിള്ളി നഗറിലാണ് നടന്നെങ്കിൽ ഇതിനു മുൻപ് ഇതേ കേരളത്തിൽ തന്നെ പലയിടത്തും വളരെ ദാരുണമായ രീതിയിലാണ് നവജാത ശിശുവിനെ കൊന്നിരുന്നത്. കഴുത്തുഞെരിച്ചും ശ്വാസം മുട്ടിച്ചും വെള്ളത്തിൽ മുക്കിയും ഫോൺ കേബിൾ കഴുത്തിൽ കുരുക്കിയും കൽക്കൂനയിൽ കുഞ്ഞിനെ എറിഞ്ഞുകൊന്നും എന്നിങ്ങനെ എത്രയെത്ര നവജാത ശിശുക്കളുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഒരു മനുഷ്യജീവന്റെ വില ആ കുഞ്ഞിനുണ്ട്. ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനാണ് കേരളത്തിൽ അമ്മത്തൊട്ടിലുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഭകളുടെ നവജാത ശിശു പരിശീലന കേന്ദ്രവും ശിശു സംരക്ഷണ സെന്ററുകളും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ കേന്ദ്രവും നടത്തിവരുന്നത്. ഗർഭഛിദ്ര ബില്ല് പാസാക്കിയത് മുതൽ ലോകത്തിന്റെ ഓരോ കോണിലും പിഞ്ചുകുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി കത്തോലിക്ക സഭ ശബ്ദമുയർത്തിയിരുന്നു. ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ ഓരോ ജീവനും അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടണം. ഗർഭഛിദ്രവും ശിശുഹത്യയും മ്ലേച്ഛകരമായ കുറ്റകൃത്യങ്ങളാണെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി കത്തോലിക്ക സഭ പല സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും മനുഷ്യജീവന് തീരെ പ്രാധാന്യം നൽകാത്ത കാലത്താണ് നാം ജീവിക്കുന്നത്. അതിന്റെ ഭാഗമായി നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള മിക്ക ആശ്രയ കേന്ദ്രങ്ങളും സന്യസ്തരും വൈദികരുമാണ് നോക്കിവരുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇതുപോലുള്ള കേന്ദ്രങ്ങളുണ്ട്. എല്ലാം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്: അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് മുതൽ ഈ ഭൂമിയിൽ ജീവിച്ചു വളരാനുള്ള എല്ലാ അവകാശത്തെയും സംരക്ഷിക്കുക എന്നതാണ്. ഇത്രയൊക്കെ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തിനാണ് വീണ്ടും വീണ്ടും നവജാത ശിശുക്കളെ കൊല്ലുന്നത്? കണ്ണുപോലും വിരിയാത്ത കുഞ്ഞിനെ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നു? ലോകത്തെ 2 ഭാഗങ്ങളായി തരംതിരിച്ചാൽ ഒരു വശത്ത് കുട്ടികൾ ഇല്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ചിലർ, മറ്റൊരു ഭാഗത്ത് കുട്ടികളെ ദാരുണമായി കൊലപ്പെടുത്തുന്ന മറ്റു ചിലർ. ഇവിടെ ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന ദുഃഖിക്കുന്ന ഓരോ ദമ്പതികൾക്കും ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, പെൺകുട്ടികളെ, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും എത്ര നിസ്സഹായ അവസ്ഥയിൽ ആയിരുന്നാലും അതൊന്നും അറിയാതെ നിങ്ങളുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയവരായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് ഈ ലോകം കാണാനുള്ള അവകാശത്തെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇവിടെ നിങ്ങളുടെ ഏത് നിസ്സഹായ അവസ്ഥയിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ തൊട്ടടുത്ത് നിരവധി സന്യാസ മഠങ്ങളും ആശ്രമങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ചെല്ലാം. അവർ നിങ്ങൾക്ക് സഹായമാകും. ഇനിയും ഒരു നവജാത ശിശുവിനും ഗർഭസ്ഥ ശിശുവിനും ഈ ഗതി വരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണം ഉരുവാകുന്ന നിമിഷം മുതൽ അതൊരു ജീവനാണ്. അത് മറക്കാതിരിക്കാം.